സ്കൂളുകളിലെല്ലാം സയൻസ് ഫെയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. സയൻസ് ഫെയർ, മാത്സ് ഫെയർ, IT, വർക്ക് എക്സ്പീരിയൻസ്, സോഷ്യൽ സയൻസ് എന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫെയറുകളുടെ ഒരു ടൈമാണ്. ഒരുപാട് ആളുകൾ സബ് ഡിസ്ട്രിക്റ്റൊക്കെ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സബ് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് ഇനി ഡിസ്ട്രിക്റ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണത്. കാരണം നമ്മളൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, സബ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ക്വാളിഫൈ, പിന്നെ ഡിസ്ട്രിക്റ്റ് ക്വാളിഫൈ, പിന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നു. സയൻസിലൊക്കെ ചില സബ്ജക്റ്റുകൾക്ക് നാഷണൽ ലെവൽ വരെയൊക്കെ എത്താൻ പറ്റും. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികളുടെ കൂടെ നമ്മളും കോമ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ. അതൊരു വളരെ വലിയൊരു നമുക്ക് എക്സ്പോഷേഴ്സ് തരുന്ന ഒരുപാട് നമ്മൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സയൻസ് ഫെയറുകളിലും അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. സോ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ പല ഐറ്റത്തിലുണ്ട്. നമ്മൾ അവർക്കൊക്കെ വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയും മറ്റുമൊക്കെ പോസ്റ്ററുകളൊക്കെ നമുക്ക് വളരെ ഡെയിലി ബേസിൽ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് എക്സ്പോഷറുകൾ, അന്ന് നമ്മളവിടെ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, അതുപോലെ പരിചയപ്പെട്ട ഒരുപാട് ആളുകൾ, പിന്നെ ആ ഇവൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് മെമ്മറീസ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുമെന്നതാണ്. സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമുക്ക് ഈ ഒരു സയൻസ് ഫെയർ അതുപോലെ മാത്സ് ഫെയർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ടാലൻറ്റ് സെർച്ച് എക്സാമുകൾ നടത്താറുണ്ട്. ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ കുറച്ചും കൂടി ആ സബ്ജക്റ്റിൽ നോളജുള്ള അല്ലെങ്കിൽ അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ടാലൻറ്റുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സയൻസ് ഫെയറിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ഈ ടാലൻറ്റ് സെർച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരുപാട് എക്സാമുകളുണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്, അത് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആളുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മുടെ NTSE പോലെയുള്ള NSMC പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് കോമ്പറ്റീവ് എക്സാമുകളുണ്ട്. ഇത്തരത്തിൽ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നതും അത് ഫൗണ്ടേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതും പ്രൈവറ്റ് ആളുകൾ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രിപ്പറേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലിടുന്ന അതേ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കാര്യം കൂടെ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കണം എന്നുള്ള XandY ലേണിങ്ങിൻ്റെ ഒരു ഡിസിഷൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് ഓൾറെഡി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരുപാട് ട്യൂഷൻ പഠിപ്പിക്കുന്ന പോലെ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ സ്കൂളിലുള്ള കംപ്ലീറ്റ് കണ്ടൻറ്റും പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളെ നിങ്ങൾക്ക് ഇനി ഹൈസ്കൂൾ ലെവലിലും അതുപോലെ തന്നെ ഇനി +1 +2 കഴിഞ്ഞിട്ടും അതുപോലെ UP ലെവലിലും ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സ്കൂളിലെ കണ്ടൻറ്റിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് കോമ്പറ്റീവ് എക്സാമിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അതിനുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻസും തന്നുകൊണ്ട് IITiansഉം NITiansഉമായിട്ടുള്ള എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സ് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനോടും ഈ കോഴ്സിൽ വരണമെന്നും എല്ലാവരും അത് പഠിക്കണമെന്നും ഒരിക്കലും പറയാറില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡ്രീമുള്ള അതിന് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യാറുള്ളത്. സോ സയൻസും മാത്സിൻ്റെയൊക്കെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസിന് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ്, സയൻസ് ഫെയറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സബ്ജക്റ്റുകളോടും മാത്സിനോടും മറ്റൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ വെറുതെ ഈ ഒരു മേളകളിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഏത് മേഖലകളാണെങ്കിലും നിങ്ങൾ ഡ്രീം ചെയ്യുന്നിടത്ത് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സയൻസ് ഫെയറുകളിലും മാത്സ് ഫെയറുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസിനോട് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനും സയൻസ് ഫെയറുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സയൻസിലും മാത്സിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു അവസരം ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് സ്കോളർഷിപ്പോട് കൂടി, എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ്റെ ഫീയിൽ നിന്ന് വളരെ വലിയൊരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് കുറഞ്ഞ ഫീ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത് എങ്ങനെ കിട്ടുക? ഡെഫിനറ്റ്ലി അതിനൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അല്ലാതെ വെറുതെ അല്ല, കൃത്യമായൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ XCT ആണ്, XandY എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്. നമ്മുടെ ഈ XCT പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് കണ്ടക്ട് ചെയ്യാറുണ്ട്.
പല കാറ്റഗറിയിൽ വരുന്നവർക്ക്. അപ്പോൾ ഓരോ കാറ്റഗറിയിൽ വരുന്നവർക്കും അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്പുകളും ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ XandY എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലോട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. അപ്പോൾ ആ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഫീയിൽ നിന്ന് ആ സ്കോളർഷിപ്പ് എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ഫീല് നിങ്ങൾക്കൊരു 1 ഇയർ ലോങ് നമ്മുടെ IITiansഉം NITiansഉം ഡോക്ടേഴ്സുമായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഫാക്കൽറ്റീസിൻ്റെ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കൂടെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ലഭിക്കുന്ന മെൻറ്റേഴ്സിൻ്റെ കൂടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു 1 ഇയർ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് വളരെ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു XandY എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് എന്നാണ്, എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, എക്സാം പാറ്റേൺ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന നമ്പറിലോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള എക്സാമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 30 മിനിറ്റ്സ് മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുക. ആ ഒരു ഡേറ്റിൽ നമ്മൾ ആ ഒരു എക്സാം നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാ ഡേറ്റ് എന്നുള്ളത്. ആ ഡേറ്റിൽ ഏതെങ്കിലും ഒരു 30 മിനിറ്റ്സ് ആ ഒരു കംപ്ലീറ്റ് ഡേയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ആ എക്സാം എഴുതാൻ പറ്റും. ഓരോ ആളുകൾക്കും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. കാരണം പല സമയത്തും പല സ്റ്റുഡൻസ് എഴുതുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന മാർക്കിൻ്റെ ബേസിൽ സ്കോളർഷിപ്പോട് കൂടി അത് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവർക്കും ഓഫർ ചെയ്യുന്നതല്ല. ഇത് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനെ സയൻസ് ഫെയറിലും മാത്സ് ഫെയറിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് മാത്സ് മേഖലകളിൽ ഒരുപാട് ഡ്രീം ഉള്ളവരായിരിക്കും, ഒരുപാട് എക്സ്പോഷർ കിട്ടേണ്ടവരാണ്. അതിനുള്ള പ്രിപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു കോഴ്സിലോട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സയൻസ് ഫെയറുകളിലും മറ്റൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനെയും ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കുക. ഓക്കെ, സോ എല്ലാവരെയും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് കാണാമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.